ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ഓർക്കും നമ്മുടെ ഗാർഡനിൽ ഇരുന്ന ചെടികളൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മളൊക്കെ എടുത്തത് അവിടെ വെച്ച് അവിടെ വെച്ച് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡനിൽ നമ്മളൊരു പാമ്പിനെ കണ്ടു. പാമ്പ് എന്നെ നോക്കി ടാറ്റ കാണിച്ചിട്ട് പോയിട്ടോ. വലിയ പാമ്പ് എന്ന് വെച്ചാൽ നല്ല വണ്ണമുള്ള ഒരു മഞ്ഞ കളറും കറുപ്പ് കളറും ഉള്ളൊരു പാമ്പാണ്. നിങ്ങൾ അവർക്ക് വല്ല മൂർഖനാണോ നോക്കുക? അല്ല ഗൈസ്, ഒരു ചേരക്കുഞ്ഞാണ്. കുഞ്ഞല്ല, വലുതാണ്. ഇതാ പൊത്തിനകത്താണ് കേട്ടോ പുള്ളിക്കാരന്റെ താമസം. അതിന്റെ ഉള്ളിലാണിത്. ഇതിപ്പുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ആണെങ്കിൽ വാട്ടർ കണക്ഷൻ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ ഇതവിടെ ഇങ്ങനെ മലന്ന് കിടക്കണം. ഞാൻ നോക്കുമ്പോ ഒരാൾ എന്നെ നോക്കി ചിരിച്ച് ടാറ്റ കാണിക്കണം. ഞാൻ പേടിച്ചു പോയി ഗൈസ്. മനുഷ്യനാണ്. ഞാൻ അന്നേരം പറഞ്ഞാല് ഞാൻ പോയ വഴി ഇനി പുല്ല് മുളക്കില്ല. ഞാൻ അതിലൂടെ ഓടി വീടിനകത്ത് കയറി അച്ഛയുടെ അടുത്ത് ചെന്നിട്ട് പാമ്പ് പാമ്പെന്ന് പറഞ്ഞ അപ്പൊ അച്ഛ എണീറ്റ് വന്ന് നോക്കുമ്പോ മൂർഖനാണ് ഗൈസ്. അതിന്റെ മേത്ത് വെള്ളം ഒഴിച്ചിട്ട് ആ പോണില്ല കേട്ടോ. സോറി, മൂർഖന്ന് ചേരയാണ് ഗൈസ്. അതിന്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് പോകുന്നുമില്ലായിരുന്നു. ഞാൻ ഓടിച്ച് അതിനകത്ത് തന്നെ കയറ്റി വെച്ച്. അതുകൊണ്ട് ചെടികളെല്ലാം മാറ്റിയിട്ടോ ഇന്നലെ. ഞാൻ ഇങ്ങോട്ട് അടിക്കാനും കേറിയിട്ടില്ല. കാരണം എനിക്ക് പേടിയാവല്ലോ, ഒന്ന് കൊത്തിയാ അറിയില്ല. ഞാൻ അവിടെ കിടന്ന് സ്പോട്ടി ചത്തുപോകും. പിന്നെ അതുമല്ല, ഇവിടെ ഒത്തിരി തണലായതുകൊണ്ട് അധികം ചൂടില്ലാത്ത കാരണം ഇതിന്റെ ഇടക്ക് കയറിയിരിക്കും. അപ്പൊ അച്ഛ പറഞ്ഞു ചെടിയൊക്കെ മാറ്റിയൊക്കെ ഇവിടെ ഒരു സംഭവം ചെയ്തു തരാന്ന് പറഞ്ഞേട്ടാ. ഇത് നമ്മുടെ കെട്ടല്ല, പഞ്ചായത്തിന്റെ കെട്ടാണ്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ എന്തോ ഷീറ്റൊക്കെ വെക്കാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഷീറ്റ് വെക്കുമ്പോ എന്റെ ഒരു പേടി ഈ ചെടിയൊക്കെ പോകുന്നാണ്. പിന്നെ അത് ഇത് കണ്ടില്ലേ, നമ്മുടെ ഇവിടെ അതെ ഒരാള് വന്ന് ചിക്കുപ്പഴം കടിച്ചു തിന്നു. ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഞാൻ വരുമ്പോ ഒരു ചിക്കുപ്പഴം ഉണ്ടാവും. ഇത് വീണ് ചതഞ്ഞാണോ അമ്മ? ഇത് ആരോ കടിച്ചിട്ടേക്കുവാണ്. ഇത് കണ്ടോ, നല്ല ഒന്നാന്തരം പഴുത്ത് കിടന്നെയാണ് കേട്ടോ. നോക്കി, നല്ല ചിക്കുപ്പഴം. ഉള്ളൊക്കെ നോക്കിയാ നല്ല രസമായിരുന്നു. ഇത് കഴിച്ചാൽ തന്നെ ടേസ്റ്റ് ആയിരിക്കും പറയാം. പക്ഷെ കടിച്ചിട്ടേക്കണായിരുന്നു. നമുക്ക് ഇതുവരെ ഒരു മരത്തിൽ കിടന്ന് പഴുത്ത ചിക്കുപ്പഴം തിന്നാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് മുമ്പേ ഇവിടെ ഒരാൾ തിന്ന് വെക്കും. ആരാന്നിരിക്കും നിങ്ങൾ ഓർക്കുന്ന? വേറെ ആരുമില്ല, നമ്മുടെ മരപ്പട്ടിക്കുഞ്ഞാണ്. ഞങ്ങളിവിടെ വളർത്തുവാണ് മരപ്പട്ടീനെ. ഇപ്പൊ അത് ഇതിനകത്ത് വന്ന് മൊത്തം കടിച്ച് തിന്നുവാണ്. ഒരെണ്ണം പോലും ഞാൻ പറിച്ച് പഴുപ്പിക്കുമല്ലാണ്ട് നമുക്ക് ആ പഴുത്ത് പരത്തിന്ന് കിട്ടാറില്ല. പിന്നെ ഇപ്പൊ കുറെ ആയിട്ട് ഇവിടെയൊക്കെ വൃത്തിയായത് കാരണം ഇടക്ക് വീടുമ്പോ ഞാൻ ഓടിച്ചെന്നെടുക്കും. ഇല്ല, ആ പുള്ളിക്കാരൻ വന്ന് കട്ടുകൊണ്ട് പോകും. അതാണ് കേട്ടോ പുള്ളിക്കാരന്റെ പ്രശ്നം. പിന്നെ നമ്മുടെ ബോൾസ് ഒക്കെ, പിന്നെ നമ്മുടെ കണിക്കൊന്നയുടെ കാര്യം പറയാം. ബോൾസ് ശകലം വാടിയിട്ടുണ്ട്. ഇവരുടെ കാലാഗതി കഴിയാറായി കേട്ടോ. അതുകൊണ്ടാണ്. ഇത് നമ്മുടെ കണിക്കൊന്നയാണ്. ഇവൻ കൂമ്പിട്ട് വരുന്നുണ്ട് കണ്ടോ. അപ്പൊ അതിനകത്ത് മേല് പിടിച്ചെന്നാണ് തോന്നുന്നത്. ഇതിന്റെ ഇല കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോ മറ്റേ മന്ദാരത്തിന്റെ ഇല ഇങ്ങനെ നിൽക്കണം കൂട്ടാ തോന്നണേ. ഇങ്ങനെ കണ്ട രണ്ടാണ്. എന്നാലും നമ്മുടെ ഇത് കണ്ടില്ല, ഈ ബോൾസ് കിടക്കണം നോക്കി. ഇത് നേരെ നിന്ന ആളാണ്. ഇവനൊന്നും ഒരു ഒറ്റ മഴയോ കാറ്റോ വീശിയ അപ്പ ചാഞ്ഞു പോകും കേട്ടോ. ഇത് നല്ല ബോൾസാണ്. ഇതിന്റെ കാലാവധി കഴിയാറായിട്ടില്ല. കാരണം ഇത് ഞാൻ കഴിഞ്ഞിടക്കൊണ്ട് വെച്ചുള്ളൂ. അതിനെ കെട്ടി നിർത്തണം. ഞാൻ ഇതിനൊക്കെ കെട്ടി നിർത്തിയേക്കുവാണ്. പിന്നെ എന്റെ റോസാപ്പൂവ് നല്ല മണം കേട്ടോ. ഒരു പനിനീർ ചാമ്പങ്ങയുടെ മണം. പിന്നെ എന്റെ കോവലൊക്കെ കയറി കിടക്കുവാണ്. അയ്യോ, ഇവിടെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പൂടും. എന്റെ കോവലൊക്കെ പന്തലിട്ട് കേറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പൊ ഇവിടെ വരുമ്പോ ഈ പാമ്പുണ്ടോന്നൊരു പേടി. ഈ ഇടയ്ക്ക് പൊത്തിലായിട്ട് നോക്കുമ്പോ ഇങ്ങനെ തൂക്കിയിരിക്കണോട്ട് തോന്നാറുണ്ട്. അത് കല്ലായിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് പേടിയാണ് ഇതിന്റെ ഇടയ്ക്ക്. ഗൈസ്, ഇതിന്റെ ഇടയ്ക്ക് ഉണ്ട്, പാമ്പ് ഉണ്ട് സംഭവം. ചെടി ശരിയാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നിറച്ച് കരിയിലയായി. ഇന്നലെ അടിച്ചിട്ടില്ല, ഞാൻ ഇന്നും അടിച്ചിട്ടില്ല. അവർക്ക് ഇന്ന് വന്നിട്ട് അടിക്കണം ഇനി. നമ്മുടെ ഇതെന്ത് ചെടിയാന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഇത് പുല്ലാന്നായിരിക്കും എല്ലാരും ഓർക്കുന്നത്. പക്ഷെ ഇത് പുല്ലല്ല കേട്ടോ. ഞാൻ ഇട്ടൊരു വിത്താണ്. ഈ ചെടി നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇത് ഒത്തിരി ഉണ്ട്. ഒരു ചെറിയ വിത്താണ്. ഞാൻ കിളിപ്പിച്ച് കുറെ ഉണ്ട്. കണ്ടാണ് ഒത്തിരി ഉണ്ട്. ഞാൻ കുറെ പറിച്ച് ഷോമൊക്കെ കൊടുത്തു കേട്ടാ. പിന്നെ നമ്മുടെ ബോൾസ് സെക്കൻഡ് ആൾക്കാരൊക്കെയാണ്. ഇത് ഷോമയുടെ ബോൾസ് ആണ്. അവിടെ വേറെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ എനിക്ക് ഇങ്ങോട്ട് കയറാൻ പേടിയാ. നമ്മുടെ ചെത്തി ഞാൻ കെട്ടി വെച്ച് കേട്ടോ. എനിക്ക് ഇങ്ങോട്ട് ഇങ്ങനെ അടിക്കാനും പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഈ സിന്തോണി എനിക്ക് എന്നാന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഒരു കളർ ഉണ്ട്. പിന്നെ ഇത് കരിഞ്ഞ് ഇച്ചിരി ഇലയൊക്കെ പോവാറായിട്ടുണ്ട്. അതൊക്കെയാണ്.
അപ്പൊ ഇന്ന് ചെടി മേടിക്കാൻ പോണോന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു. പക്ഷെ ഗൈസ് നമുക്ക് മേടിക്കാൻ പോകാൻ പറ്റിയില്ല. അമ്മക്ക് എവിടെ പോകണം, അത് കാരണം പോകാൻ പറ്റിയില്ല. നാളെ പോവോ? നാളെ പോവാൻ നോക്കാം ഗൈസ്. പറ്റുവാണ് നമുക്ക് നാളെ പോവാം. എവിടെ? അതെ ഗൈസ്, ഇത് കണ്ടോ, നക്ഷത്ര ചെടിയാണിത്. എനിക്ക് ഇവനെ ഒന്ന് കയറ്റി വിടണം. അയ്യോ സോറി, അവന്റെ തണ്ട. ഇതിന് വള്ളി ഇല്ലേ? അത് ഇത് കണ്ടു, നിലത്തൊക്കെ കണ്ടത്. ഇതൊക്കെ അവനാണ്. അതുണ്ടെങ്കിൽ പുല്ല് പറിക്കാൻ വേണ്ടിയാ. പറിക്കുമ്പോഴേക്കും ഇവരോട് വരും. ഇതൊന്നും വെച്ച് പിടിപ്പിച്ചല്ല കേട്ടോ, ഇത് തന്നെ ശരിയാക്കി തരാന്ന് പറയുന്നു. എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്നാ വെച്ചാൽ ഭയങ്കര പുല്ല് കയറി കിടക്കാണ്. ആ പറിക്കണം, അതല്ലേ ഞാൻ പറിക്കാതെ. എന്നാ വെച്ചാൽ ഇത് കണ്ടതേ, ഇതെല്ലാം ചെടിയാണ്. കണ്ടതേ, ഇത് കണ്ടോ, ഇതൊക്കെ ചെടിയാണ് ഗൈസ്, പുല്ലല്ല ഇത്. അത് വാടാമുല്ലയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ആ പറിക്കാത്തത്. പുല്ലിന്റെ ഒപ്പം അത് പറഞ്ഞു വരും. എനിക്ക് ഓണത്തിന് മിക്ക വർഷം അവിടെ ഉണ്ടാവും അല്ലേ വാടാമല്ല, അല്ല വാടാമുല്ലി അവിടെ ഉണ്ട്. മുഖത്തിനടുപ്പിക്കില്ലേ, മിക്ക വർഷം അവിടെ ഉണ്ടാവാറില്ലേ വാടാമല്ലൊക്കെ. അത് വലുതാവും, വലുതായി കഴിയുമ്പോൾ നമുക്ക് പറിച്ച് കളയാം പുല്ലൊക്കെ. പിന്നെ നമ്മുടെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇത് പൊട്ടിക്കാൻ. കണ്ടത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ വിത്തത്. പിന്നെ നമ്മുടെ സ്നോബലിന്റെ കാര്യം എല്ലാവരും ചോദിച്ചു. സ്നോബൽ ഇതിലൂടെ ഏലത്തോട്ട് അങ്ങനെ നടപ്പുണ്ട്. അവൻ്റെ കൂട്ടത്തിലുള്ള മിക്കി എവിടെയെന്ന് എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു. മിക്കി ചത്തുപോയി ഗൈസ്. എന്നാ പറ്റിയാന്ന് വെച്ചാൽ അവളെ വണ്ടി ഇടിച്ചു. ഏത് വണ്ടിയാണോ എന്നൊന്നും അറിയില്ല, ഏതൊരു വണ്ടിയാണ്. ആ വണ്ടി ഇടിച്ചിട്ട് അവിടെ റോട്ടിൽ കിടന്നായിരുന്നു. ഞങ്ങൾ പിന്നെ കൊണ്ട് കുഴിച്ചൊക്കെ ഇട്ട്. സ്നോബലിന് ഭയങ്കര സങ്കടം കേട്ടോ അവൾ ചത്തുപോയ കാരണം. അപ്പം ഞങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായി അവൻ. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം, അത് ഞാൻ പറയാനോന്ന് ഓർത്തിട്ട് ഇപ്പോഴാണ് പറയാൻ പറ്റിയത്. നമ്മുടെ സ്നേക്ക് പ്ലാന്റ് പൊട്ടിക്കളിക്കാൻ തുടങ്ങി. കണ്ടാ, ഇത് കണ്ടാമ കുറേ ഏതൾ വരുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ചെടി. എൻ്റെ ഇവിടെ മഞ്ഞ സംഭവം ഉള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് തന്നെ കാട്ടിൽ നിന്ന് കുറച്ചുകൊണ്ട് വന്ന കാരണം കേട്ടോ. ഇതിനൊക്കെ ഭയങ്കര വിലയാണ് ഈ സ്നേക്ക് പ്ലാന്റിന്. എനിക്ക് കാട്ടിൽ നിന്ന് കിട്ടി ഗൈസ്. ഇത് അതിൻ്റെ ഒരു വെറൈറ്റിയാന്ന് തോന്നുന്നത്. ലൈറ്റ് കളർ, വെള്ള കളർ, ഇത് കടുംപച്ച കളർ. ഒരു സ്നേക്ക് പ്ലാന്റ് ഇത് അവിടെ കൊണ്ട് വെച്ച്, അതും ഈ വെള്ള കളർ തന്നെയാണ്. കുറച്ച് ചെടിയൊക്കെ നമ്മൾ ഇവിടെ കൊണ്ട് വെച്ച്. കണ്ടോ, നമ്മുടെ സ്നേക്കിനെയൊക്കെ ഇവിടെ വെച്ചു. ഇതിൻ്റെ ഞാൻ മുറിച്ച് കളഞ്ഞതാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അവിടെ കുരുടിച്ച് നിൽക്കുവാണ്. ആ കുരുടിപ്പ് ഇവനും കിട്ടണമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ മുറിച്ച് കളഞ്ഞത്. അതുകൊണ്ട് പുതിയ തൈ കിളുത്ത് വരുന്നുണ്ട്. ഈ സ്നേക്ക് പ്ലാന്റിന് ശരിക്കും സ്നേക്ക് പ്ലാന്റ് എന്ന് പേര് വരാൻ കാരണം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ഒരു ഡൗട്ട് ഇതിൻ്റെ ഈ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടാണോ ഗൈസ്? അമ്മ പറയുന്നത് സ്നേക്ക് പ്ലാന്റ് ആയിട്ട് കൂടിപ്പോയത് കാരണമാണോ സ്നേക്ക് വന്നതെന്നൊക്കെ എനിക്കറിയില്ല. ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഇവിടെ ഇങ്ങനെ സ്നേക്കിന് ഇങ്ങനെ ഈ തൊലിയുടെ ആ ഒരു വര കൂട്ടുള്ളത് കൊണ്ടാണോ ഇതിന് പേരിട്ടതെന്ന് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇത് ഞാൻ എന്ന് പറഞ്ഞില്ലേ ചേർത്തലേണ്ടോ ഉണ്ടോ എന്ന് ആ ചെടി. പിന്നെ എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സിന്തോണി. എൻ്റെ ഇല കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയുമോ ചേമ്പല കൊണ്ട് നട്ടേക്കുവാണെന്നാണ് പറയുന്നത്. ഇത് വാഴച്ചെടി. ഇതിനെക്കുറിച്ച് എനിക്ക് ഇതിനത്രക്കൊക്കെ ഇഷ്ടമായില്ല. വാഴച്ചെടിന്ന് പേരും ഉണ്ട്, അതുപോലെ എനിക്ക് ഇഷ്ടമായില്ല. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇതിൻ്റെ ഇവിടെ വേറെ കളർ വരും കേട്ടോ. വെയിലത്ത് വെക്കണം, ഇത് വെയിലത്ത് വെക്കണം, വെച്ചിട്ട് വെക്കണം. വേര് പിടിക്കാൻ വെച്ചേക്കുവാണ് ഗൈസ്. ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ കുഞ്ഞു സാധനമാണ്. ഇത് കണ്ടില്ലേ, വര കണ്ട ഇതേത് തന്നെ. ഇത് അതിൻ്റെ ചെറുതാണെന്ന് മാത്രം, വേര് പിടിച്ചിട്ടില്ല. അത് കാരണമാണ്. പിടിച്ചിട്ടുണ്ടാവുമോ ഇപ്പോൾ? ചെറുതായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് തണലത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ 10 മണിയും ഇതെന്തോ ഒരു ഇലച്ചെടി. ഈ ഇലച്ചെടി സംഭവമൊക്കെ കൊണ്ട് ഇവിടെ വെച്ചു. പിന്നെ നമ്മളിത് ഈ ചെടിയുടെ പേര് ഇത് കണ്ടോ, ഇതൊരു ചെടിയാണ്. എല്ലാവരും ഇതിനെ ശവന്നാറിപ്പൂ, ശവക്കോട്ടപ്പൂ എന്നൊക്കെ വിളിക്കും ഗൈസ്. അങ്ങനെ വെക്കാൻ പാടില്ല എന്നും പറയുമല്ലേ വീടിന് മുമ്പിൽ. അങ്ങനെ വെക്കാൻ പാടില്ലാത്തല്ല, നല്ല പൂവാണ്, നല്ല ചെടിയാണ്. അതിൻ്റെ ശരിക്കുള്ള പേര് ശവന്നാറിപ്പൂ, ശവക്കോട്ടപ്പൂ എന്നൊന്നും അല്ല. അതിൻ്റെ ശരിക്കുള്ള പേര് നിത്യകല്യാണി അല്ലേ, നിത്യകല്യാണി എന്നാണ് എൻ്റെ പേര്. ഈ ചെടിക്ക് ഭയങ്കര ചാരം ഭയങ്കര ഇഷ്ടമായത് കാരണം കേട്ടോ എല്ലാവരും ഇതിനെ ശവന്നാറി എന്ന് വിളിക്കുന്നത്. ചാരം ഈ ശവത്തിനെ കത്തിക്കുമ്പോൾ അവിടെ അല്ലേ കൂടുതൽ, അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, അമ്മ എനിക്ക് പറഞ്ഞു തന്നെ ഇത് ശവന്നാറിപ്പൂവിൻ്റെ കാര്യം. ശവക്കോട്ടയിലാണ് ഈ ചെടി നിന്നേ. ശവക്കോട്ട ഉണ്ടായിരുന്നു.
അവിടെ ശവക്കോട്ടയിൽ ഇഷ്ടം പോലെ ഇതിന്റെ വെള്ള ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം എല്ലാരും ശവക്കോട്ടയിൽ ഉണ്ടാകുന്ന കാരണം അങ്ങനെ ഒരു പേര്. പലയിടത്തും ഇതിന് ഇങ്ങനെയൊക്കെ തന്നെയാണേ പറയണേ. ഇതിന്റെ പലയിടത്തും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. നമ്മുടെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഇത് തന്നെ എന്താണെന്നറിയാവോ, മറ്റേ ഈ ഒരു ഇത് യൂട്യൂബിലൊക്കെ ഓരോരുത്തർ പറയല്ലേ, ഇന്ന ചെടി ഇന്നെടുത്ത് വെച്ചാൽ നല്ലത്, ഇങ്ങനെ വെച്ചാൽ നല്ലതെന്ന് പറയല്ലോ. പിന്നെ ഇത് അമ്മ ഒരു എന്താ പറയണ, ദൈവവിശ്വാസി എന്ന് പറയണ, ദൈവവിശ്വാസിയാണ് അല്ല അമ്മക്ക് ഭയങ്കര പുരാതന വസ്തുവാണ്. അമ്മക്ക് എല്ലാം ഇത് തന്നെയാണ് കേട്ടോ. അമ്മ ഒരു പുരാതന വസ്തു എന്താ പറയണേ മറന്നുപോയി ഞാൻ. അതുകൊണ്ടാണ് ഇവിടെ നിറച്ച് ചെടി വെക്കണമെന്നൊക്കെയാണ് അമ്മയുടെ ആഗ്രഹം. ഞാൻ വെച്ച് തുടങ്ങിയപ്പോൾ അമ്മക്കും വെക്കണമെന്നായി ഇപ്പോൾ അല്ലേ അമ്മ? ഞാൻ ഇത് ഗാർഡനിൽ വെച്ച് കുറേ പൊക്കിക്കൊണ്ട് അമ്മ ഇവിടെ കൊണ്ട് വെച്ചിട്ടാ. പിന്നെ അതും പോരാണ്ട് അവിടെ പാമ്പ് വന്ന കാരണമാണ് ഞാൻ സമ്മതിച്ചത്. പാമ്പ് പോയി കഴിയുമ്പോൾ മിക്കവാറും ഞാൻ അടുത്ത് അവിടെ തന്നെ വയ്ക്കും. ശരിയായി തരാമെന്ന് പറയുന്നു. അവിടെ ഇട്ട് നമുക്ക് വേറെ കുറേ ചെടിയും മേടിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഈ പാമ്പിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് നമ്മൾ വഴിതെറ്റി വേറെ എങ്ങാട്ടൊക്കെയോ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. എല്ലാ വീഡിയോയും പോയി കാണാം. ബൈ.